ഹലോ ഡിയേഴ്സ്, ഞാനിന്ന് എവിടെ നിൽക്കുന്നതെന്ന് അറിയാമോ? നമ്മുടെ പെരുമ്പാവൂർ പനങ്കുഴിയിലുള്ള ഒരു ഹരിത ബയോ പാർക്കിലാണ് കേട്ടോ. ഇവിടെ കാണാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്, കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പം അതിനെപ്പറ്റിയുള്ള വീഡിയോയാണ് ഇന്നത്തേത്. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. എൻ്റെ അമ്മാവിൻ്റെ വീട്ടിൽ പോയി വരുന്ന വഴിക്കാണ് കേട്ടോ ഹരിത ബയോ പാർക്ക് കണ്ടത്. അവിടെ അമ്മാവിൻ്റെ വീടിൻ്റെ അടുത്താണ് ഇതുള്ളത്. അപ്പോൾ ഈ ബോർഡ് കണ്ടു കഴിഞ്ഞപ്പം നമുക്ക് പോയി ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. എന്താണെങ്കിലും കുട്ടികളെയും കൊണ്ട് ഇത്രയും ദൂരം വന്നതല്ലേ, അപ്പോൾ എന്തെങ്കിലും അവരെ ഒന്ന് കാണിച്ചിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചു. പാർക്കെന്ന് കേട്ടിട്ടാണ് എന്താണോ രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഇവരുടെ ചിരി കണ്ടാൽ മനസ്സിലാവില്ലേ, അത്രയ്ക്ക് ഹാപ്പി ആയിരുന്നു അവർ രണ്ടുപേരും. പിന്നെ എൻ്റെ മോൻ എന്താണെങ്കിലും ഇഷ്ടപ്പെടുമായിരിക്കും, കാരണം അവിടെ കുഞ്ഞു കുഞ്ഞു മൃഗങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് അവിടെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവൻ അതൊക്കെ വായിച്ച് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ്റെ ചിരി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എന്താണേലും അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുമെന്ന്. പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല, അകത്ത് പോയി ടോക്കണൊക്കെ പൈസയൊക്കെ കൊടുത്ത് അവിടുത്തെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് അകത്തേക്ക് കയറി. അധികം കാശൊന്നും ആവില്ല കേട്ടോ, 160 രൂപയും കണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നുന്നു. പിന്നെ അവിടെ കണ്ടോ അതേ മത്സ്യങ്ങളൊക്കെ ഇട്ട് ഈ ചെറിയ ചെറിയ ടാങ്കുകളാക്കിയിട്ട് മത്സ്യങ്ങളൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. വലിയ സെറ്റപ്പൊന്നും അല്ല, എന്നാലും കുറച്ച് നേരമൊക്കെ പോയി സ്പെൻഡ് ചെയ്ത് കാണാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. കുറേ ഫ്രൂട്ട്സിൻ്റെയും അല്ലാത്ത ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ച് അതിൻ്റെ ഇടയിൽ കൂടിയാണ് ഈ ഓരോന്നോരോന്നായിട്ട് ഉണ്ടാക്കി ഇട്ടിരിക്കുന്നത്. കുറേ സ്ഥലമുണ്ട്. ആ സ്ഥലത്തൂടെ നമ്മളിങ്ങനെ ഓരോ സ്ഥലത്തൂടെ നടന്ന് വേണം കാണാൻ. ഇതൊക്കെ നമ്മൾ സാധാരണ കാണുന്ന ഗപ്പിയും അതും ഇതുമൊക്കെയാണ് കേട്ടോ, മീനുകളൊക്കെ. എന്താണെങ്കിലും നമുക്കിങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ നല്ല രസമല്ലേ. പിന്നെ കണ്ടോ പലതരത്തിലുള്ള എലികളുണ്ട് കേട്ടോ. വെള്ള എലിയൊക്കെ, ഞാൻ വെള്ള എലിനെ ആദ്യമായിട്ട് കാണുവാണേ. വെള്ള എലിയൊക്കെ കണ്ടായിരുന്നു, അതൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ അവിടെ മത്സ്യങ്ങളും മറ്റ് ഗൗരാമി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മീനുകളെയൊക്കെ കണ്ടു. കുറേ ആമകൾ, കൂടുതലും ഈ സൈഡിലും ഫുള്ള് എലികൾ, വാലില്ലാത്ത എലിയും വാലുള്ള എലിയും വെള്ള എലിയും പല കളറോട് കൂടിയിട്ടുള്ള എലികൾ, അങ്ങനത്തെ എലികളും മുയലുകളും ഒക്കെ ആയിരുന്നു കേട്ടോ. മുയലുകളൊക്കെ ഇങ്ങനെ കിടന്ന് ഉറങ്ങുമായിരുന്നു. ഭക്ഷണം കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങുന്നതാണോ എന്നറിയില്ല, എല്ലാവരും ഉറക്കമായിരുന്നു. ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോൾ ആരും അങ്ങനെ ഓടിക്കളിച്ച് നടക്കുന്നവരില്ലായിരുന്നു. ഞങ്ങൾ പോയ സമയത്തിൻ്റെ ആണോ എന്താണോ എന്നൊന്നും അറിയത്തില്ല. പിന്നെ കണ്ടോ തലയിൽ പൂവും തൊപ്പിയൊക്കെയുള്ള കോഴികളെയൊക്കെ കണ്ടു കേട്ടോ. അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അച്ഛനൊക്കെ അതൊക്കെ ഭയങ്കര ഇഷ്ടമായി. കുറച്ചും കൂടെ നന്നായിട്ട് മെയിൻ്റനൻസ് ഒക്കെ ആവാം എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ടായിരുന്നു. കാരണം അവിടെ മൊത്തം പൊടിയും അതും ഇതുമൊക്കെ കൂടൊന്നും അത്ര അങ്ങ് സെറ്റപ്പായിട്ടില്ല. ഇനി അവർ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ എന്നൊന്നും അറിയത്തില്ല. കുറച്ചും കൂടെ അടിപൊളിയാക്കിയെങ്കിൽ ഗംഭീരമായേനെ. ഒരുപാട് ആൾക്കാർ വന്നേനെ. ഇപ്പം തന്നെ ഒരുപാട് ആൾക്കാർ അവിടെ വന്നിട്ടുണ്ട്. ഞങ്ങൾ ചെന്നപ്പോഴും അവിടെ അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ മുന്നിൽ കണ്ടോ ആൾക്കാരൊക്കെ പോകുന്നത്. പിന്നെ മറ്റേ കൊക്കോ കാപ്പിയുടെ മരമാണ് കേട്ടോ ഇപ്പം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഇവിടെ ഒത്തിരി ഫ്രൂട്ട്സ് ഉണ്ടാകുന്ന ചെടികൾ നമുക്ക് വേണമെങ്കിൽ പറിച്ച് കഴിക്കാം. ആയതെല്ലാം നമുക്ക് വേണമെങ്കിൽ പറിച്ച് കഴിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. നമുക്കിങ്ങനെ നടന്ന് നമുക്ക് അധികം ചൂടൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. ഈ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു അത്ര ചൂടൊന്നും നമുക്ക് ഏൽക്കില്ല. പിന്നെ ഇത് കണ്ടോ പലതരത്തിലുള്ള കോഴികളൊക്കെയാണ് കേട്ടോ കൂടുതൽ. പിന്നെ ഇവിടെ പച്ചക്കറികളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അവർ. പച്ചക്കറികളുടെ വിത്തും പിന്നെ ചെടികളുടെ വിത്തും ഒക്കെ ഉണ്ട് അവിടെ. അത് നമുക്ക് വാങ്ങിച്ചുകൊണ്ടും വരാം. ഇത് കണ്ടോ കുറേ ദൂരം ഇങ്ങനെ നടന്ന് നോക്കിക്ക് എന്ത് രസമാണെന്നറിയാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഭാഗമാണ് കേട്ടോ. ഈ മുള പോലത്തെ ചെടികളില്ല, അത് നട്ടുപിടിപ്പിച്ചിട്ട് അതിൻ്റെ ഇടയിൽക്കൂടെ ഒരു വഴിയൊക്കെ ഉണ്ടാക്കി അങ്ങനെയാണ്. പിന്നെ നോക്ക് അവരാഗ്രഹിച്ച സ്ഥലത്ത് തന്നെ എത്തിയിട്ടുണ്ട്. കുട്ടികൾക്ക് കളിക്കാൻ ഒരു പാർക്കുണ്ട്. ഈ ചാലൊക്കെ കണ്ട് ചിലപ്പോൾ മഴ പെയ്യുമ്പോൾ ഇതിലും സെറ്റപ്പ് ആവും, വെള്ളമൊക്കെ ഒഴുകി നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഒത്തിരി മഴയാണെങ്കിലൊക്കെ കൊണ്ട് നടക്കാൻ പാടായിരിക്കും, ചെളിയൊക്കെ ആവുമായിരിക്കും. എന്നാലും മഴയൊക്കെ കഴിഞ്ഞ് തോരുന്ന സമയത്ത് ഇതിനകത്ത് നിറച്ച് വെള്ളം ഉണ്ടാവുമായിരിക്കും കേട്ടോ. പിന്നെ നോക്കിക്കാൻ അച്യുതേ ഇങ്ങനെ മുകളിലേക്ക് നെറ്റൊക്കെ കെട്ടിയിട്ടാൽ നമുക്ക് കുറച്ച് ദൂരം ഉയരത്തിലേക്ക് കയറാൻ. കുറച്ച് ദൂരം കയറിയപ്പോഴത്തേക്ക് അവന് ചെറിയൊരു പേടിയൊക്കെ ആയി തോന്നുന്നു. എന്നാലും പ്രകടിപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ അവൻ നടന്ന് കയറുന്നുണ്ട്. ഇറങ്ങാനും പറ്റില്ല, എന്നാൽ കയറുകയും വേണമെന്നുള്ള രീതിയിൽ കണ്ടോ കുഞ്ഞു മക്കളൊക്കെ കയറുന്നുണ്ട്. ഏകദേശം ഉയരം ഉണ്ട്. പിന്നെ നോക്ക് കുറച്ചും കൂടെ മുന്നോട്ട് നടന്നു കഴിയുമ്പോൾ ഉണ്ടല്ലോ അവിടെ ഒരു കുളം പോലെ, വലിയ കുളം പോലെ കെട്ടിയിട്ട് അതിനകത്ത് മീനിട്ട് അതിനകത്തോടെ ഒരു പാലമൊക്കെ വെച്ച് അപ്പുറത്തെ ഏരിയയിലോട്ട് കിടക്കാനുള്ള വഴിയൊക്കെ ആക്കിയേക്കാണ്. നിറച്ച് മീനുണ്ട് അതിനകത്ത്. ഇത് നമുക്ക് ഭക്ഷ്യയോഗ്യമായിട്ടുള്ള മീനുകളാണെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നോക്കി അതിനകത്തോടെ നമ്മൾ ഈ കമ്പി വെച്ചിട്ട്, കമ്പി ഇരുമ്പ് പാലം പോലത്തെയാണ് കേട്ടോ, അതിനകത്തോടെ നടന്ന് അപ്പുറത്ത് സ്ഥലത്തെത്തിയിട്ടുണ്ടെങ്കിൽ അവിടെയും ഇതുപോലെ തന്നെ കുറച്ച് മീനുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെ നമുക്ക് വർത്താനമൊക്കെ പറഞ്ഞ് കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നടക്കാൻ നല്ല സ്ഥലമാണ് കേട്ടോ. നമുക്ക് അധികം ഇഷ്ടക്കേടൊന്നും തോന്നൂല. പക്ഷേ കുറച്ചും കൂടെ ഒന്ന് മെയിൻ്റനൻസ് ചെയ്യാമായിരുന്നു, നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ കുറച്ചും കൂടെ നന്നായേനെ എന്നൊരു തോന്നൽ ചിലപ്പം വന്നേക്കാം. ആരെങ്കിലും അടുത്തുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ പോയി കണ്ടോളൂ.
നല്ലതാണ്. നമുക്ക് വെറുതെ ഇങ്ങനെ മൂഡ് ഓഫ് ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് പോയി ഒന്ന് റിഫ്രഷ് ആയിട്ട് വരാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. മനുവേട്ടൻ എന്തെങ്കിലും ചാമ്പയ്ക്ക പറിച്ചുകൊണ്ട് കൊടുക്കുന്നുണ്ട്. അവിടെ ഇഷ്ടം പോലെ ചാമ്പയ്ക്ക ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പറിച്ച് തിന്നായിരുന്നു, ഞാനും പറിച്ച് കഴിച്ചു, അച്ചു എല്ലാവരും പറിച്ച് കഴിക്കുന്നുണ്ട്. പിന്നെ പേരറിയാത്ത കുറച്ച് ചെടികളും പഴങ്ങളും ഒക്കെ ഉള്ളത് കാരണം ഞാനതൊന്നും പറിക്കാൻ നിന്നില്ല, ഇനി വല്ല ചത്തും പോയാൽ. അങ്ങനെ അവിടെ നിന്ന് അതെല്ലാം കണ്ടും കേട്ടും പയ്യെ ഞങ്ങൾ ഇറങ്ങിയിട്ടോ. നല്ല അടിപൊളി മഴയായിരുന്നു. എനിക്ക് മഴയത്ത് ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്നെപ്പോലെ ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. പിന്നെ തൃശ്ശൂർ എത്തിയപ്പോൾ അവിടെ ടീ ബ്രേക്ക് എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്. അവിടുത്തെ സ്നാക്സൊക്കെ നല്ല സൂപ്പറാട്ടോ, നല്ല ജ്യൂസ്. അങ്ങനെ അതൊക്കെ കഴിച്ച് പയ്യെ വീട്ടിലേക്ക് പോയി. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങൾ പോയി കാണാം. ബൈ.